അങ്ങനെ ഒരു തറവാടൊന്നുമില്ല, അങ്ങനെ ഒരു നേതൃത്വമൊന്നുമില്ല. ഹക്കായ മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം. മുസ്ലിം രാഷ്ട്രീയത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അഹ്ലുബൈത്ത് അഥവാ പ്രവാചക പരമ്പരയിലെ ഇങ്ങേ കണ്ണികളായ പാണക്കാട് കുടുംബം ചോദ്യം ചെയ്യപ്പെടുന്നു. പരസ്പര പൂരകങ്ങളായിരുന്ന സമസ്തയും പാണക്കാടും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഒരു ശക്തികയും ഒരു ഭരണാധികാരികൾക്കും ഒരു തമ്പുരാക്കന്മാർക്കും ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തറവാടൊന്നുമില്ല, അങ്ങനെ ഒരു നേതൃത്വമൊന്നുമില്ല. ഹക്കായ മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ വഴിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമുക്ക് നൽകുന്ന സന്ദേശം അവിടെ ഉറച്ചു നിൽക്കണം. ആടിക്കളിക്കരുത്, ഇളകിക്കളിക്കരുത്. ഒരു പക്ഷേ പല രീതിയിലുള്ള ഭീഷണികളും പ്രതിസന്ധികളും കണ്ണുരുട്ടലും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായേക്കാം. ഭയപ്പെടേണ്ടതില്ല, അടിയുറച്ചു നിൽക്കുക. സമസ്തയ്ക്ക് മുകളിൽ അങ്ങനെ ആരുമില്ലെന്ന വിമർശനം പൊടുന്നനെ ഉണ്ടായതല്ല. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷനായപ്പോൾ തുടങ്ങിയ ഉരസലുകൾ ഇപ്പോൾ പരസ്യമാവുന്നെന്ന് മാത്രം. ആത്മീയ നേതൃത്വമായി സാദിഖ് അലി അംഗീകരിക്കാത്ത സമസ്തയ്ക്ക് അവരുടെ തന്നെ സ്ഥാപനങ്ങളോട് നിയന്ത്രണം പിടിച്ചുകൊണ്ടായിരുന്നു മറുപടി. CIC-യിൽ തുടങ്ങിയത് ജാമിയ നൂരിയയിൽ എത്തി നിൽക്കുന്നു. ക്ഷണമില്ലാതിരുന്നിട്ടും ജാമിയയുടെ വാർഷിക സമ്മേളനത്തിനെത്തിയ SYS നേതാക്കൾ ഏറ്റുമുട്ടലിന് ഒരുങ്ങിത്തന്നെയാണ്. സമസ്തയുടെ വേദികളിൽ ഇവർക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുന്നു. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, തങ്ങളെ ഒരു കാര്യം പറഞ്ഞുതരാ, നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ബറക്കത്തില്ല എന്ന് പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് ബറക്കത്ത് കൊടുക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ എന്താ ചെയ്തെന്നോ, എന്നാൽ ഞാൻ ആ ബറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ സുന്നത്ത് ജമാഅത്തിന്റെ കടുത്ത ആശയം വെച്ച് പുലർത്തിക്കൊണ്ട് ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ ഉറച്ചു നിന്ന മഹാത്മാക്കളായിരുന്നു ഈ പട്ടിക്കാട് ജാമിയ കോളേജ് സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും ബാഫിക് തങ്ങളും ഉൾപ്പെടെ നമ്മുടെ എല്ലാ മുൻഗാമികളും. പാണക്കാടിനെ തിരുത്തിയ ചരിത്രം സമസ്തയ്ക്കുണ്ടെന്ന് ഹമീദ് ഫൈസി ഓർമ്മിപ്പിക്കുന്നത് സാദിഖ് അലിയെ കൂടിയാണ്. എന്നാൽ തന്നെ അംഗീകരിക്കാത്തവരുമായി യാതൊരു ഒത്തുതീർപ്പിനും സാദിഖ് അലി തങ്ങൾ തയ്യാറല്ല. പാണക്കാട് കുടുംബാംഗങ്ങൾ ഖാസിമാരായുള്ള മഹല്ല് ഭാരവാഹികളുടെയും ഖത്തീബുമാരുടെയും സംഗമം സംഘടിപ്പിക്കുന്നതും ഇതിൻ്റെ തുടർച്ചയാണ്. പാണക്കാട് കേന്ദ്രീകരിച്ച് ഖാസി ഭവൻ രൂപീകരിക്കാനാണ് പദ്ധതി. സമസ്തയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും സാദിഖ് അലി തങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സാദിഖ് അലി ഷാഫിൽ കുറച്ചുകൂടി തിരക്കിലായതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഒരു വലിയ സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ പ്രാസ്ഥാനികമായി ബന്ധമുള്ള ആളുകളുമായി പങ്കുവെക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് കോഴിക്കോട് യോഗം വെച്ചു. ആ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നടക്കുന്ന സംഘടനാപരമായ ഇഷ്യൂമായിട്ടോ ചർച്ചകളുമായിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുമ്പോഴുള്ള ഈ ഏറ്റുമുട്ടൽ മുസ്ലിം ലീഗിൻ്റെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. സമസ്ത പിണങ്ങിയാൽ പൊന്നാനിയിൽ മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂർ, വടകര, മലപ്പുറം സീറ്റുകളിലും പ്രതിഫലിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാറുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ മധ്യസ്ഥ ശ്രമങ്ങളും ഇത്തവണ കാണാനില്ല.